Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on My Tips. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം ധാർമ്മികതയിൽ അധിഷ്ഠിതമാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ചയിലൂടെ മനസ്സിലാക്കി. ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മൂല്യങ്ങളാണ്. അതിൻ്റെ പല കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ധാർമ്മികത നഷ്ടപ്പെടുന്നിടത്ത് സംസ്കാരം നഷ്ടപ്പെടുന്നു എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ച എന്ന വണ്ണം ധാർമ്മികതയുടെ വിവിധ വശങ്ങൾ തുടർന്നും ഈ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ഈ ചർച്ചകളും ഈ ചിന്തകളുമൊക്കെ നമ്മെ ധാർമ്മിക മൂല്യബോധമുള്ളവരാക്കി തീർക്കും എന്നുള്ള ഒരു വലിയ പ്രത്യാശയിൽ നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ഫാദർ ജോസ് പി മാത്യു, സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, റാന്നി. മിസ്റ്റർ ജിജു വെർഗീസ്, മോട്ടിവേഷണൽ സ്പീക്കർ, ട്രെയിനർ ആൻഡ് റേഡിയോ ജോക്കി. ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ, മാനേജർ, സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂൾ, റാന്നി. റെവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ്, മാർത്തോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, എറണാകുളം. ധാർമ്മികത എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ സംസ്കാരം നഷ്ടപ്പെടും. അപ്പോൾ ധാർമ്മികതയുടെ മറ്റൊരു വശമാണ് ബഹുമാനം എന്ന് പറയും. സ്നേഹം ഉണ്ടെങ്കിൽ മറ്റ് ധാർമ്മിക മൂല്യങ്ങളൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ധൈര്യം വേണം എതിർത്ത് നിൽക്കുവാനുള്ള, സോഷ്യൽ ഇൻക്വാലിറ്റി വേണം, ജസ്റ്റിസ് വേണം, എന്നാലേ ഒരു ധാർമ്മികതയിൽ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത് അല്ലേ? പക്ഷെ ഇതിലെല്ലാത്തിലും ഏറ്റവും ഉയർന്ന സ്ഥാനം ഞാൻ കൊടുക്കുന്നത് റെസ്പെക്ട് അല്ലെ, ബഹുമാനം. പ്രഭാതം എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ മുന്നോടിയാണ് എന്ന് പറയുന്നത് പോലെ ശൈശവം ജീവിതത്തിന്റെ മുന്നോടിയാണ്. അപ്പോൾ കുടുംബത്തില് നമ്മുടെ പിള്ളേർക്ക് മാതാപിതാക്കൾ ഇട്ട് കൊടുക്കുന്ന ഒരു അടിത്തറയുടെ മേലിലാണ് അധ്യാപകര് വളമിട്ട് കൊടുക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസം എല്ലാവരുടെയും അകത്ത് ദൈവത്തിന് ഒരു അംശമുണ്ട്. അപ്പം നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് അവിടെ ദൈവികതയെ നമ്മൾ ബഹുമാനിക്കുന്ന പോലെ തന്നെയാണ്. സുഹൃത്ത് പറയണ്ടായി റെസ്പെക്റ്റിന്റെ കാഴ്ചപ്പാട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവിനെ ബഹുമാനിക്കണം, പിതാവിനെ ബഹുമാനിക്കണം, ഗുരുവിനെ ബഹുമാനിക്കണം, ദൈവത്തിനെ ബഹുമാനിക്കണം. ഇവർ 4 പേരും നമ്മുടെ ജീവിതത്തിൽ ഒരു ഘടകങ്ങളാണ്. ദൈവം നമ്മളെ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചാണ് നമ്മളെ ഭൂമിയിലോട്ട് വിടുന്നത്. നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോ കർമ്മങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ പറയുകയുണ്ടായി, ഒരു സോയിൽ പോലെ ഒരു വീട്, മണ്ണ് പോലെ വീട് ഉണ്ടാക്കി, അതായത് അടിസ്ഥാനമില്ലാതായി പോകുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞ് അടിസ്ഥാനമിട്ട് നല്ല തറക്കല്ലോടുകൂടി അടിസ്ഥാനമിട്ട് നമ്മൾ എന്തെങ്കിലും പൊക്കിയാൽ അത് അവിടെ തന്നെ നമ്മൾ വിചാരിച്ചാൽ അത് നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതെ, അതിനോടനുബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതായുള്ള ഒരു കാര്യം ജിജു സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫീലിങ്ങിനെ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പല ഫീലിങ്സ് ഉണ്ടാകുമല്ലോ. ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകും, അതെ, ചിലപ്പോൾ സങ്കടമുണ്ടാകും, അതെ, ചിലപ്പോൾ ഭയമുണ്ടാകും, ചിലപ്പോൾ സന്തോഷമുണ്ടാകും. മറ്റൊരാളുടെ ദേഷ്യത്തെ നമുക്ക് എങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ നോക്കുന്നേ? അച്ഛാ, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട്, അഗ്രി ടു ഡിസഗ്രി. ഞാൻ അഗ്രി ചെയ്യുവാണ്, മറ്റൊരാൾ എൻ്റെ ആശയത്തിനെ ഡിസഗ്രി ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലും നമ്മുടെ ബോധത്തിലും നന്നായിട്ട് ഇറങ്ങിച്ചെന്നാൽ ഈ വരുന്ന പ്രശ്നങ്ങൾ ഓഫ് ഡിസ്റെസ്പെക്ട്, ഈ വരുന്ന പ്രശ്നങ്ങൾ ഓഫ് ഇൻടോളറൻസ്, ഇതെല്ലാം വളരെയധികം ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുവാൻ ഒക്കും എന്നാ എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അതെ, ആ ആളിനോട് നിനക്ക് ദേഷ്യപ്പെടുവാൻ ന്യായമായ കാരണങ്ങൾ നിനക്കുണ്ടായിരിക്കാം എന്ന് പറയുന്നത് ആ ആളിന്റെ ദേഷ്യത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യല്ലേ? അതെ, എക്സാക്ട്ലി റൈറ്റ്. ഇവിടെ ആ പോയിന്റ് വരുന്നത് അഗ്രീയിങ് ടു ഡിസഗ്രി. I have agreed that
you will disagree to me and you should agree that you will disagree to me. ആ ഒരു കൺസെപ്റ്റ് വരുമ്പോഴാണ് ഈ ഒരു മനുഷ്യൻ അല്ലെ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ സർക്കംസ്റ്റാൻസസിനെ ഞാൻ റെസ്പെക്ട് ചെയ്തേച്ച് ആ ആളുടെ ദേഷ്യത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്താൽ ഞാൻ അവിടെ ഒരു രീതിയിലും താഴ്ന്നില്ല, ചെറുതായി പോകുന്നില്ല. മറ്റ് വശത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മുൻപിൽ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി പറയും, ഇയാൾക്ക് ഇത്രയും നല്ല കൂൾ ആറ്റിറ്റ്യൂഡോട് നിൽക്കാമെങ്കിൽ എനിക്കും എൻ്റെ ദേഷ്യത്തിനോട് ഇച്ചിരി അകന്ന് മാറി നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത ചിലപ്പോ ഉണ്ടായിരുന്നു വരാം. അച്ഛൻ എന്തോ പറയാൻ ശ്രമിക്കാമല്ലോ, പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഒരാളിന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാകുന്നത് ആള് ദേഷ്യപ്പെടുമ്പോഴാണെന്നാണ്. അപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാള് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് പോലെ രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ദേഷ്യം വരുമ്പോ കാണിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യനെങ്ങ് വരികിൽ സംഗതി കുഴയുമല്ലോ. ഇപ്പൊ എന്തെല്ലാം ആ ദേഷ്യത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നല്ലേ. അപ്പോൾ അയാളുടെ ഉള്ളിൽ അതെല്ലാം അടങ്ങിയിരിക്കുന്നു. അയാൾ ദേഷ്യം വന്നപ്പോൾ ഒരുപക്ഷെ എപ്പോഴും കൂളായിട്ട് നടക്കുന്ന ഒരാളായിരിക്കാം. ആള് ദേഷ്യപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന മോശം വാക്കുകൾ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ ഒരാളിനോടുള്ള ബഹുമാനം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആളിന്റെ മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്നുള്ളത് ഈ ദേഷ്യവും ഒരു ക്രൈസിസും ഒക്കെ വരുമ്പോഴാണ് വെളിയിൽ വരുന്നത്. തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റുകൾ അങ്ങനെയാണ് പറയുന്നത്. ഒരാളിന് ദേഷ്യം വരുമ്പോഴാണ് ആളിന്റെ ഉള്ളിൽ എത്രമാത്രം തനിനിറം വെളിയിൽ വരുന്നത്, തനിനിറം പുറത്ത്. ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ വെച്ചാ? ഞാനും ഈ പറഞ്ഞതുപോലെ നമ്മള് ഒരാളോടുള്ള നമ്മുടെ പെരുമാറ്റം അത് ഏറ്റവും പ്രധാനമായിട്ട് വെളിവാകുന്ന അവസരങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുമ്പോൾ. നമ്മുടെ വാക്കുകൾ അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അത് ഏത് സമയത്തെങ്കിലും പുറത്ത് വരാനായിട്ട് ഇങ്ങനെ ഒരു പക്ഷേ വിങ്ങി നിൽക്കുന്നതായിരിക്കും. ചിലപ്പോഴെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒത്തിരി ചീത്തയായിട്ടുള്ള വാക്കുകളായിട്ടുള്ള നമ്മുടെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ കുറേയേറെ തിന്മകൾ ഒരുപക്ഷെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം ആകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരാളുടെ ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ദേഷ്യത്തെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ദേഷ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ആ ദേഷ്യത്തെ നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നു എന്നല്ല അർത്ഥം. നിനക്ക് ദേഷ്യപ്പെടുവാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നീ ദേഷ്യപ്പെട്ടു പോകാം, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിത്വത്തെയും അവരുടെ ദേഷ്യത്തെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ദേഷ്യം നമ്മൾ അതേ രീതിയിൽ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ കണ്ടു ആശയങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടു മറ്റുള്ളവരുടെ ഫീലിങ്സിനെ നമ്മൾ ഉൾക്കൊള്ളണം, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. യെസ് പറഞ്ഞാട്ടെ. അച്ഛനിവിടെ പറയുകയുണ്ടായി രണ്ട് രീതിയിൽ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാമെന്ന് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു. ഒന്ന്, മറ്റുള്ളവരുള്ള പേടി കൊണ്ട് നമുക്ക് റെസ്പെക്ട് ചെയ്യാം. എൻ്റെ കൂടെ ഉള്ള ആൾ എന്നെക്കാളും കരുത്തനാണെങ്കിൽ അയാൾ പറയുന്നത് ഞാൻ ഓട്ടോമാറ്റിക് ചെയ്തു പോകും. അതിനെ റെസ്പെക്ട് എന്നാണോ പറയുന്നത്? അല്ല, ആ രീതിയിലും ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് കൂടുതലും കാണുന്നത്. ഇപ്പൊ ഒരു ടീച്ചർ വന്നു, ഇപ്പൊ കുട്ടികൾ പറയുന്നത്, അവര് പറയുന്നു നമുക്ക് എണ്ണിച്ചാൽ ചിലപ്പോൾ ടീച്ചർ എന്തെങ്കിലും സോഫ്റ്റ് കോർണർ കാണിച്ച് മാർക്ക് തരും എന്നൊരു പ്രതീക്ഷയോടെ അവർ ചെയ്യുന്നു. പക്ഷെ അവരങ്ങനെ തരത്തില്ല, ഒന്ന് പേടി കൊണ്ട്. അപ്പൊ പിന്നെ എണീക്കാൻ തോന്നത്തുമില്ല. അതല്ല ഉദ്ദേശിച്ചേ. നമ്മളെ ഇന്നത്തെ സമൂഹത്തെ കുട്ടികൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പേടി കൊണ്ടും മറ്റുള്ള ഇഷ്ടം കൊണ്ടും. ചില ടീച്ചേഴ്സിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ഇപ്പോൾ അച്ഛനൊരു അധ്യാപകനാണെന്ന് കൂട്ടിക്കോ, ഞാനാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റും, അദ്ദേഹത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം പറയുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതേസമയം അദ്ദേഹം എന്നെ കയറി ഓവർലാപ്പ് ചെയ്യുന്ന ഭരിക്കാനൊക്കെ വരുവാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ചെയ്യാനുള്ള ഇഷ്ടം തോന്നത്തില്ല. പക്ഷെ എന്നാലും പറയുന്ന അനുസരിക്കും. ആ ഒരു ബഹുമാനം എന്ന് നമുക്ക് വെളി തോന്നുകയും, പക്ഷെ അത് ബഹുമാനമല്ല, അയാളെ തന്നെ അനാദരവ് ചെയ്യുകയല്ലേ അവിടെ. അപ്പം ഇദ്ദേഹം പറയുന്നതിൽ ഒരു പ്രധാന ആശയം, ഇപ്പം അത് നമ്മുടെ ഭവനത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് ചിന്തിക്കാം. അതായത് നമ്മുടെ പിതാവിനെ അല്ലെ മാതാവിനെ നമ്മൾ അനുസരിക്കുന്നത് അവർ നമ്മളെ ശിക്ഷിക്കും എന്നുള്ള ഭയം കൊണ്ടാകാം ഒന്ന്. രണ്ട്, അവർ ശിക്ഷിച്ചില്ല എന്ന് വരികിൽ തന്നെയും ഇതനുസരിക്കേണ്ടത് എൻ്റെ കടമയാണെന്നുള്ള ബോധത്തിൽ നമ്മൾ അവരെ അനുസരിക്കും. അപ്പോൾ അനുസരിക്കുന്നതിൻ്റെ പിറകിൽ രണ്ട് കാരണമാണ്. ഒന്ന് ഭയത്തിൽ നിന്ന്, മറ്റൊന്ന് നമ്മുടെ കടമയെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്ന്. ഈ ഭയത്തിൽ നിന്നുള്ള അനുസരണമാണെങ്കിൽ ഈ ഭയം അങ്ങ് മാറുമ്പോൾ ഈ അനുസരണത്തിന് എന്നാ പറ്റും?
അനുസരണത്തിന് നല്ല തോതിലുള്ള വ്യത്യാസം വരും. തൻ്റെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ കൂടുതലും പിതാക്കന്മാർ പറയുന്നൊന്നും കേൾക്കത്തില്ല, മാതാപിതാക്കന്മാർ പറയുന്നൊന്നും കേൾക്കാതെ. പിതാക്കന്മാർ പറയുന്നത് കേൾക്കത്തില്ലെന്ന് പറയും, മാതാവ് പറയുന്നത് കേൾക്കുമോ? ഇല്ലില്ല, ആരും പറയുന്ന കേൾക്കത്തില്ല. തന്നിഷ്ടത്തിന് നടക്കുക. ഇന്ന സമയത്തിന് വരാൻ പറഞ്ഞാൽ വരത്തില്ല, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, അങ്ങനെ പല ഗുണങ്ങള്. ഗുണങ്ങളല്ല, ദോഷങ്ങളാണ്. അത് ദോഷം തന്നെ പറഞ്ഞു, അത് പല ഗുണങ്ങളാണെന്ന് പറഞ്ഞു. ഇത് അവരോടുള്ള പേടി നഷ്ടപ്പെടുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതേസമയം തന്റെ കടമയാണെന്ന് ഓർത്ത് ചെയ്യുവാണെങ്കിൽ ആ ബഹുമാനം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മുടെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു ഭയത്തിൽ നിന്ന് ഉളവാകുന്നതായിരിക്കരുത്, പിന്നെയോ ഇത് നമ്മുടെ ഒരു വലിയ കടമയാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ആ ഒരു റെസ്പെക്റ്റ് നിലനിൽക്കുകയുള്ളൂ. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാനുള്ള പറഞ്ഞാട്ടെ. എൻ്റെ സുഹൃത്ത് പറഞ്ഞവരോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കൂട്ടി വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് റെസ്പെക്ട്. നമ്മളിവിടെ സെൽഫ് റെസ്പെക്റ്റിനെ പറ്റി പറയാൻ മറന്നുപോകുന്നു. കാരണം ഒരാൾക്ക് തന്നെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും വേറൊരാളെ ബഹുമാനിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ബ്ലൂ വെയിൽ ഗെയിം ഒക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം ശരീരം മുറിക്കുവാൻ ഒരാൾ തുനിയുന്നു, കാരണം സ്വന്തം ശരീരത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് ഒരിക്കലും ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഞാൻ എന്നെ തന്നെ ബഹുമാനിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. യെസ്, എൻ്റെ സുഹൃത്തിനോട് ഞാൻ യോജിക്കുന്നു. സെൽഫ് റെസ്പെക്റ്റ് ആണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ്, കേരളം ആത്മഹത്യാ നിരക്കിൽ 1-ാം സ്ഥാനം നിന്നതാണ്, ഇന്ന് 8-ാം സ്ഥാനത്തിലേക്ക് പോയിരിക്കുന്നു. അത് വളരെ നല്ലൊരു കാര്യം തന്നെ. എന്നാൽ ഈ 100%-ൽ ഈ 75%-ഉം 15-നും 40-നും വയസ്സിനിടെയുള്ള പുരുഷന്മാരാണെന്നാണ് ഞാൻ വായിച്ചത്. അവരവരുടെ ഫീലിങ്സിനോടും തന്നോടുള്ള റെസ്പെക്റ്റിനോടും എന്തുമാത്രം വിലയാണ് കൽപ്പിച്ചതെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറയുകയുണ്ടായി, വേണമെങ്കിൽ പറയരുതോ ഈ സ്ത്രീകൾ മുഖാന്തരമാ ഞങ്ങൾ ആത്മഹത്യ ചെയ്തെന്ന് പറയരുതോ? അത് ഓരോ മുടന്ത നയങ്ങൾ, നമ്മൾ ന്യായമുള്ളൂ. അച്ഛൻ പറഞ്ഞു ഒരാളുടെ ദേശത്തു നിന്ന് അയാളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതല്ല, ദേശത്തു നിന്നല്ല ഉടലെടുക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരേ ഒരു ഭാവമേ ഉണ്ടാകുന്നുള്ളൂ. അത് ഒരു നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു ഭാവമാണ്. നമ്മൾക്ക് ദേഷ്യം കൂടുമ്പോൾ അത് ചില ഹോർമോണിന്റെ സെക്രീഷൻ കൊണ്ട് നമുക്ക് പല വാക്കുകളും ഉപയോഗിച്ചെന്നും വരാം. എന്നാൽ ഗാന്ധിജി ഒരു അധ്യാപകനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം ഒരിക്കലും ദേഷ്യപ്പെടാത്ത അഹിംസാ സിദ്ധാന്തത്തെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യരാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു ദിവസം ഒരു കുട്ടിയായിട്ട് പൊറുതിമുട്ടി അവനെ വളരെയധികം ശിക്ഷിച്ച് വഴക്ക് പറയുണ്ടായി. ദേഷ്യപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ദേശമോഹഭാവമാണ് നമ്മളുടെ മനസ്സിൽ ഗാന്ധിജിയുടെ മുഖത്തിനുള്ളത്. അദ്ദേഹത്തെ നമ്മൾ രാഷ്ട്രപിതാവായിട്ടും നമ്മളെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും നമ്മളെല്ലാവരും ഒരു റോൾ മോഡലായിട്ട് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ദേശത്തു നിന്ന് ഒരാളുടെ സ്വഭാവത്തെ നമുക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കത്തില്ല. സ്നേഹം കൊണ്ട് ദേഷ്യം പറയുന്ന എത്ര വ്യക്തികളുണ്ട്. അവിടെ ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്, പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യപ്പെടുന്നത് എപ്പോഴും അത്ര മോശമായ ഒരു സംഗതി അല്ല. നമ്മളിൽ ദേഷ്യമുണ്ടാകും, അതത്ര മോശമല്ല. എന്നാൽ മോശമാകുന്നത് എപ്പോഴാണ്? ഈ ദേഷ്യം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് അപകടങ്ങളിലേക്ക് ചാടും. 2, ഈ ദേഷ്യം മൂലം നമ്മൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുമ്പോൾ അത് അപകടത്തിലേക്ക് മാറും. ഈ ദേഷ്യം മൂലം ഞാൻ എന്നെ തന്നെ ഹർട്ട് ചെയ്യുമ്പോൾ അത് അപകടത്തിലേക്ക് മാറും. ഈ ദേഷ്യം മൂലം എൻ്റെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോൾ അത് അപകടങ്ങളിലേക്ക് ചാടും. അപ്പോൾ ഈ ദേഷ്യം നമ്മളെ ഭരിക്കാൻ അനുവദിക്കുമ്പോഴാണ് ദേഷ്യം ദോഷമായിട്ട് മാറുന്നത്. പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ ഒരു ദേഷ്യഭാവം നമ്മളിൽ ഉണ്ടാകും. അത് വളരെ നോർമലായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ദേഷ്യം നമ്മളെ കീഴ്പ്പെടുത്താൻ നമ്മൾ അനുവദിക്കരുത്. അത് അപകടങ്ങളിലേക്ക് നയിക്കാൻ ഇടയാകരുത്. ഒരു ക്ലാരിഫിക്കേഷനായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫീലിങ്ങിനെ നമ്മൾ തന്നെ മാനിക്കണം, അതോടൊപ്പം മറ്റുള്ളവരും മാനിക്കണം. ഇതാണ് പ്രധാനമായിട്ടുള്ള മൂല്യത്തിൻ്റെ ഒരു ധാർമ്മികതയുടെ ഒരടിസ്ഥാനമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റു പല കാര്യങ്ങൾ ധാർമ്മികതയുടെ അടിസ്ഥാനമായിട്ട് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് മുമ്പ് എടുത്തു പറഞ്ഞ ഒരു കാര്യം മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു കൺസേൺ. ആ കൺസേണിൽ നിന്നുണ്ടാകുന്ന ഒരു ഷെയറിങ്, അതിനെക്കുറിച്ച് അച്ഛന് എന്തെങ്കിലും വ്യക്തമായിട്ട് പറയാനായിട്ട്? തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ഒരു
ബോധം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളതുപോലെ എൻ്റെ സഹജീവികളായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങൾക്കും അവകാശമുണ്ട്. അവരുമായിട്ട് എനിക്കുള്ള പല കാര്യങ്ങളും ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ബാധ്യസ്ഥനാണ് എന്ന ചിന്ത എന്നെ കൂടുതൽ ഷെയറിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് നയിക്കും. പ്രത്യേകിച്ചും കുട്ടികളായിരിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ മത്സരങ്ങളുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അത് പഠനത്തിലായാലും മറ്റ് കാര്യങ്ങളിലായാലും ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു ഷെയറിംഗ് മെൻറ്റാലിറ്റി ഒത്തിരിയേറെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. മുമ്പേ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആളുകൾ തന്നിലേക്ക് ചുരുങ്ങുന്ന ഒത്തിരിയേറെ സെൽഫിഷായിട്ട് ചിന്തിക്കുകയും എനിക്ക് എല്ലാം നേടണം, എൻ്റെ കൂടെയുള്ള ആളിനെ തളർത്തിയിട്ടായാലും നേടണം എന്ന ഒരു ചിന്ത പലപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ഇടയിൽ പോലും അവരെ നയിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഓക്കെ, താങ്ക് യു. ഈ കൺസേൺ ഫോർ അതേഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണം തരാമോ? വാട്ട് യു മീൻ ബൈ കൺസേൺ ഫോർ അതേഴ്സ് എന്നുള്ള അതിൻ്റെ ആശയം എന്നാ? അച്ഛാ, നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ തനിയെ ജീവിക്കുന്ന ഒരു ലോകമല്ല. ഞാൻ ജീവിക്കുന്ന ലോകത്തിൽ എന്നോട് കൂടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ആയിരിക്കാം, എൻ്റെ കൂട്ടത്തിലുള്ള കൊലീഗ്സ് ആയിരിക്കാം, എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കാം. ഉടനെ ഇവരോട് മൈ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇവരോടുള്ള ഒരു കൺസേൺ എനിക്കില്ലെങ്കിൽ എനിക്ക് ഒരു ചെവിട് പോലും മുന്നോട്ട് വെച്ച് പോകാൻ ഒക്കെയില്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ഷെയറിങ് വിൽ ക്രിയേറ്റ് എ ഡിഫറെൻറ്റ് മീനിങ് ടുവേർഡ്സ് ലൈഫ്. ഷെയറിങ്ങിൻ്റെ വേറെ ഒരു വളരെയധികം ഇമ്പോർട്ടൻറ്റും പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ എൻ്റെ ആശയങ്ങളോ എൻ്റെ ആഗ്രഹങ്ങളോ ഷെയർ ചെയ്താലേ എനിക്ക് അതിൽ തെറ്റുണ്ടോ ഗുണമുണ്ടോ അതോ ദോഷമുണ്ടോ എന്ന വ്യത്യാസം അറിയുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഓൺലി ബൈ ഷെയറിങ് മൈ വ്യൂസ്, ഓൺലി ബൈ കെയറിങ് ഫോർ അതേഴ്സ് വ്യൂസ് വിൽ ഐ ഇംപ്രൂവ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഒരു സമൂഹമായിട്ട് പോകാനൊക്കെ ഉള്ളൂ. അച്ഛൻ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അഭിപ്രായം കേൾക്കട്ടെ. ഈ ഷെയറിങ് എന്ന് പറയുന്ന ഉടനെ മറ്റുള്ളവരോടുള്ള ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു ആശയം അതിൻ്റെ പിറയിലുള്ളത് ഞാൻ ചിന്തിക്കുന്നത്, ഒരു മനുഷ്യനും ഒരിക്കലും സെൽഫ് സഫിഷ്യൻ്റ് അല്ല. എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യരുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ജീവിതം. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ എടുക്കുന്ന വസ്ത്രം, അതുപോലെ നമ്മുടെ പാർപ്പിടങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും കുറേ പേരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സോടെ നമുക്കൊരു എപ്പോഴും സമൂഹം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ചിന്തയോടെ തന്നെ ജീവിക്കുമ്പോൾ ആ ഒരു റെസ്പെക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും വിജയകരം. പറഞ്ഞതൊരു വലിയൊരു ആശയമാണ്. അതായത് ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ല, ഞാൻ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചേ നമുക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. അതാണ് ഈ സമൂഹത്തിൻ്റെ ഒരു അടിത്തറ എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും പറയും ഷെയറിംഗ് വേണം എന്ന്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 10 പേരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ 50 പേര് ചെന്നു, മറ്റൊരാൾക്ക് ലഭിക്കണം എന്ന് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുവോ? ഇല്ല. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം എങ്ങനെയെങ്കിലും മുമ്പിൽ നിൽക്കണം. ഞാൻ പറയും, ഈ പറഞ്ഞ അച്ഛന്മാരോ ഒരു വിദ്യാർത്ഥികളും ഷെയറിങ്ങിനെ പറ്റി എല്ലാവർക്കും പറയാൻ കഴിയും. പക്ഷെങ്കിൽ സ്വന്തം അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ആരും അതിനെ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവത്തില്ല. അതെന്തുകൊണ്ട്? അതിനൊരു പരിഹാരം ഇവിടെ വ്യക്തമാക്കണം. ഇദ്ദേഹത്തിന് മനസ്സിലായ പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് പറയാമോ? ഇല്ല, ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടുന്ന ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. കാരണം ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ പ്രയത്നിക്കുന്നതും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് തയ്യാറല്ല. ഞാൻ എപ്പോഴും ഞാൻ അധ്വാനിച്ച ഒരു കാര്യത്തിനാണെങ്കിൽ എനിക്ക് അതിന് മുൻപിൽ നിൽക്കണം എന്ന് ഞാൻ വളരെയധികം ശഠിക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ പണ്ടും ഷെയറിംഗ് ഉണ്ടായിരുന്നു, ഇന്നും ഷെയറിംഗ് ഉണ്ട്. പക്ഷെ പണ്ടത്തെ ഷെയറിങ്ങും ഇന്നത്തെ ഷെയറിങ്ങും എൻ്റെ കാഴ്ചപ്പാടുള്ള വ്യത്യസ്ത എന്താന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഞാൻ ഇന്ന് ഒരാൾക്കൊരു ഫുഡ് കൊടുത്തു, പക്ഷെ നാളെ എനിക്ക് അവനത് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കിയാണ് കൊടുക്കുന്നുള്ളൂ. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ഷെയറിങ്ങിന്റെ ഡെഫിനിഷൻ മാറിപ്പോയി. എനിക്ക് നാളെ തിരിച്ചു തരാൻ പറ്റുന്നവനെ ഞാൻ ഷെയർ ചെയ്യൂ എന്ന് നമ്മൾ സഹായിക്കുന്നവനെ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ എന്നായി പറയുന്നല്ലേ. ഒരു മത്സരത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു മത്സരത്തിൽ എപ്പോഴും നമുക്ക് ജയിക്കണം എന്നൊരാഗ്രഹമാണ് മത്സരത്തിൽ നമുക്കുള്ളതല്ലേ. ക്ലാസ്സിലാണെന്ന് വരികിൽ ഞാൻ ഫസ്റ്റ് ആകണം എന്നുള്ളതാണോ, ക്ലാസ്സിൽ ഞാൻ ഏറ്റവും മെച്ചപ്പെട്ടവനാകണം എന്നുള്ളതാണോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടതായ ഒരു ചോദ്യം. യെസ്, പറഞ്ഞാട്ടെ. അച്ഛാ, ഈ ഷെയറിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ഒരു മത്സരത്തിന്റെ ലോകമാണ്. ലൈഫ് ഈസ് എ റേസ് എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ വരെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ല, നമുക്ക് ആ ദിവസത്തെ നോട്ട്സ് കിട്ടിയില്ല,
ചോദിച്ചാൽ തരത്തില്ല. മറ്റുള്ളവരെ നമ്മളെക്കാൾ ഒരു പടി മറ്റുള്ളവർ മുമ്പിൽ നിൽക്കുന്നത് ആർക്കും സഹിക്കാൻ വയ്യാത്ത ഒരു കാലമാണിത്. അപ്പം ഈ സമയത്ത് നമ്മൾ ഷെയറിങ്ങിന് വേണ്ടി കൂടുതൽ ശബ്ദം ഉയർത്തേണ്ട അത്യാവശ്യമാണ്. മറ്റുള്ളവരെ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്കും നന്മ ലഭിക്കൂ. ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുമ്പോഴേ അത് കൂടുതൽ മൂല്യവത്താകൂ എന്നാണ് എൻ്റെ അദ്ദേഹം പറഞ്ഞത്. വളരെ നല്ല വിലപ്പെട്ട ഒരു ആശയമാണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ വളർത്തുമ്പോൾ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ. ഞാൻ തന്നെ വളരുക, എനിക്ക് മാത്രം വളർന്നാൽ മതി എന്നുള്ള ചിന്താഗതി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മറ്റുള്ളവരെ വളർത്തിയാൽ ഞാനും വളരുകയാണ്. ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവരോട് ദൈവം പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാവോ? നീ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തീരും. അതാണ് ബ്ലെസ്സിങ്, അല്ലെ അനുഗ്രഹം എന്ന് പറയുന്നത്. നിനക്ക് കുറേ സമ്പത്ത് തന്ന്, അല്ലെ നിനക്ക് നല്ല ജോലി തന്ന്, നിനക്ക് വീട് തന്ന്, നിനക്ക് വസ്തുവകകൾ തന്ന് നിന്നെ അനുഗ്രഹിക്കും എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നീ ഒരനുഗ്രഹമായി തീരും എന്ന് പറഞ്ഞാൽ നീ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നീ മുഖാന്തരം മറ്റുള്ളവർ വളരും. അവർ വളരുന്നത് കാണുന്നതാണ് നിന്റെ വളർച്ച. ഈ ഒരു വലിയ ആശയം നമ്മൾ ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ആരുടെ കൈപ്പൊക്കെയല്ലോ. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരുവന്റെ ജീവിതത്തിലെ പ്രഥമ വിദ്യാഭ്യാസം നൽകുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇന്ന് എത്ര പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് നമുക്കറിയില്ല. അപ്പോൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി വളരും. അത് അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് മറ്റൊരാളെ സഹായിക്കാനുള്ള ആ ടെൻഡൻസി നമുക്ക് വരുള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ തന്നെ നാം അത് ശ്രദ്ധിച്ചു പോകണം. പറഞ്ഞത് വലിയ അർത്ഥമുള്ളൊരു സംഗതിയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിപ്പാൻ അവർക്ക് സമയമില്ല. എല്ലാവരും ധൃതിയാണ്, എല്ലാവരും ഓടി. അഥവാ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ തന്നെയും അവർ ഭക്ഷണം എടുത്ത് ടി വിയുടെ മുന്നേ പോയിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആശയം എന്ന് പറയുന്നത്, നമ്മൾ ഭവനത്തിലുള്ളവർ ഭക്ഷണമേശയിൽ ആ ഷെയറിങ് തുടങ്ങുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് ആ മൂല്യം പകരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഒരു ദിവസം ഒരു നേരമെങ്കിലും കുടുംബത്തിലുള്ളവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി ഓഫ് ചെയ്തിട്ടേക്കണം. അന്നേരത്ത് മൊബൈൽ ഫോണ് കയ്യിൽ കാണരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വർത്തമാനം പറയണം, ഒന്ന് ഷെയർ ചെയ്യണം, പങ്കിടണം. അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മൂല്യമാണ്. അതിനെ വീണ്ടെടുക്കണമെന്നുള്ള വലിയൊരു ആശയമാണ് പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാട്ടെ ആശയങ്ങൾ. നമ്മൾ പറഞ്ഞു ഒരുമിച്ചിരുന്ന ഒരു മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. ഇത് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. അന്ന് പക്ഷേ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തിരുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് എങ്ങനെ ഒരാളുടെ വേദനയിൽ എങ്ങനെ അവരെ സഹായിക്കണമെന്നാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മേശയിൽ ചർച്ച ചെയ്യുന്നത് മറ്റൊരാളെക്കാളും എങ്ങനെ നീ വലുതാകണമെന്നാണ്, അവനേക്കാളും മാർക്ക് നീ മേടിക്കണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മളൊരു മത്സര ബുദ്ധിയാണ് കുട്ടികൾക്ക് അടിസ്ഥാനം ഇട്ട് കൊടുക്കുന്നത്. അതിലാണ് അവർ വളർന്നു വരുന്നത്. പിന്നീട് ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതില്ല. അവർ ബേസ് ആയതായിരുന്നു. ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പുറകിലുള്ള ഒരു ആശയം എന്ന് പറയുന്നത്, യു ആർ അക്സെപ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ പെർഫോമൻസ്. നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു അക്സെപ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ശ്രമമാണ്. പെർഫോം ചെയ്യാൻ സാധിക്കാത്തവന് തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പിറകിലുള്ളത് ആശയം എന്ന് പറയും. യെസ്, ഞാൻ മുമ്പ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന അഭിപ്രായത്തോട് യോജിച്ച് പറയാൻ വന്നതാണ്. എന്നെ മുമ്പ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞ സംഭവമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഒരു വിദേശ രാജ്യത്ത് ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഫാമിലി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആദ്യം അവരുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് ഒരു ബാസ്ക്കറ്റാണ്. അതിനുള്ളിൽ ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മൊബൈൽ ഫോൺസ് ഇടണം. എന്നിട്ട് അവരത് തിരിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ച് തീരുന്നിടം വരെ ഒരാൾ പോലും ആ ഇട്ട മൊബൈൽ ഫോൺസ്
ഒന്നും തിരിച്ചു ചോദിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർ ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് എക്സ്ട്രാ ഒരു ഐസ്ക്രീമോ വല്ലതും കൊടുക്കുന്നതായിരിക്കും ആ ഫാമിലിക്ക്. സോ അത്തരം സിസ്റ്റം ഇന്ന് നമ്മുടെ സമൂഹത്തിലും വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ വീടുകളിലൊക്കെ ആ ഒരു സിസ്റ്റം ഒന്ന് പകർത്തിയതായിരുന്നെങ്കിൽ എന്തൊരു വ്യത്യാസം വീട്ടിൽ വന്നേനെ അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം മൊബൈൽ കൊണ്ടുവന്ന് ഒരു പ്ലേറ്റിനകത്ത് വയ്ക്കണം. അത് കഴിഞ്ഞേ അവർക്ക് അത് എടുക്കാൻ ഒക്കത്തുള്ളൂ. ഇദ്ദേഹം കൊണ്ട് വെക്കുമോ? അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഇദ്ദേഹം കൊണ്ട് വെക്കുമോ? എക്സ്ട്രാ എനിക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവെക്കും. എനിക്കിത് കഴിയുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഐസ്ക്രീം തന്നാൽ ഞാൻ കൊണ്ടുവയ്ക്കാം അല്ലേ? അപ്പം ഞാനിത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാ? ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം കിട്ടാനായിട്ട് ആ ഉദ്ദേശം അല്ലേ? അപ്പൊ വെക്കുന്നതിന്റെ ഗുണം നഷ്ടപ്പെടുകയല്ലേ? അത് ആദ്യം നമ്മളെ ഇത് ശീലിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വെക്കുന്നത്. അത് മൊബൈലിലൊക്കെ തിരിച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഇവിടെ വരുന്നൊരു തകരാറ് എന്താണെന്നറിയാവോ? ഐസ്ക്രീം കിട്ടാൻ വേണ്ടി ഞാനിത് ഇവിടെ കൊണ്ടുവയ്ക്കും. ഇതേ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഓഫീസിൽ ജോലി ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായിരിക്കും? ഈ കാര്യം സാധിക്കാൻ വരുന്നവൻ എനിക്ക് ഐസ്ക്രീം തരണം. ആ ഐസ്ക്രീം എന്ന് പറയുന്നതാണ് ഈ കൈമണി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആശയം നമ്മുടെ ഭവനത്തിൽ ആരംഭിച്ചാൽ അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കൈക്കൂലി, അഴിമതി എന്ന് പറയുന്നതിലേക്കുള്ള പ്രാരംഭ പടി എന്ന് പറയുന്നത് കേട്ടോ. ഐസ്ക്രീം കിട്ടിയാലും കിട്ടിയില്ലെന്ന് വരികിലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ മൊബൈൽ അവിടെ തന്നെ വയ്ക്കണം കേട്ടോ. ആ ഐസ്ക്രീം കിട്ടുന്നതല്ല പ്രധാനം. യെസ്, ഇതേ എന്താ പറയുക? പണ്ട് കാലത്ത് വീടുകളൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. അവിടെ ആർക്കും ഐസ്ക്രീമോ ഒന്നും കൊടുക്കാതെ തന്നെ അവർ ഒരുമിച്ചിരുന്ന് അന്ന് ഐസ്ക്രീം ഇല്ലെങ്കിലും അന്ന് കാലത്തെ എന്ത് നമുക്ക് കൊടുക്കാമല്ലോ, അതൊന്നും തന്നെ കൊടുക്കാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷെ ഇന്ന് കുടുംബങ്ങൾ അവരുടെ ആവശ്യത്തിനായി ചുരുങ്ങി വേറെ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. ആർക്കും ഇന്ന് സമയമില്ല. സ്വന്തം എല്ലാവരും അവരവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഓടുകയാണ്. അപ്പം സ്വയം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ അവർക്ക് സമയമില്ല. എൻ്റെ കാര്യം എത്രമാത്രം എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട് ചെയ്യാമെന്നാണ് ഓരോരുത്തരും നോക്കുന്നത്. ആരും അല്ലെങ്കിൽ എൻ്റെ ഒരു കുറച്ച് സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ ഒരു മൂല കാരണം എന്ന് പറയും. അപ്പം ഇദ്ദേഹം പറഞ്ഞതിനകത്തെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഷെയറിങ് വാസ്തവമായും നടത്തണമെങ്കിൽ എനിക്ക് മറ്റൊരാളെക്കുറിച്ച് ശരിയായ ഒരു കൺസേൺ ഉണ്ടാകണം. ആ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ വില പോലെ തന്നെ മറ്റൊരാളുടെ ജീവനും വിലയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ വിലയെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. മറ്റൊരാൾക്കൊരു വേദന ഉണ്ടാകുമ്പോൾ അത് എൻ്റെ വേദനയായിട്ട് ഉൾക്കൊള്ളുന്ന ഒരനുഭവമാണ്. മറ്റൊരാൾ പട്ടിണിയിലായിരിക്കുമ്പോൾ ആ പട്ടിണി എൻ്റെയും പട്ടിണിയാണ് എന്നുള്ള അവബോധത്തിൽ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണ്. മറ്റുള്ള ഒരാൾക്കൊരു തകർച്ച ഉണ്ടാകുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തകർച്ചയാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു അനുഭവമാണ്. ശരിക്കും നമ്മൾ മറ്റൊരാളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഈ ഷെയറിങ് ഫലവത്തായിട്ട് തീരത്തുള്ളൂ. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായ പ്രകാരം ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നാണ്. ദൈവവുമായിട്ട് വ്യക്തിപരമായ ആഴമായ ഒരു ബന്ധം നമുക്കുണ്ടെന്ന് വരികിൽ നമ്മൾ ഈ മൂല്യങ്ങളൊക്കെ വഹിക്കുന്നവരായി തീരും. ധാർമ്മികതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൻ്റെ പരിശീലനമൊക്കെ തുടങ്ങേണ്ടത് ഭവനങ്ങളിലാണ്. അവിടെ നിന്ന് അത് സ്കൂളുകളിൽ, കോളേജുകളിൽ, അവിടെയും ഇത് പരിശീലനം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൂടുന്ന സമൂഹങ്ങളിൽ ഈ പരിശീലനം നമുക്ക് ലഭിക്കണം. അങ്ങനെയാണെന്ന് വരികിൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു വലിയ ദൈവരാജ്യം അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വലിയ സമൂഹം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിപ്പാനും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർത്തുവാനും ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനും ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.
ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്സ് എന്നുള്ള വിഷയമാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിനെ നിശ്ചയിക്കുന്നത്. അപ്പം നമ്മൾ മനോഭാവങ്ങൾ പലരെക്കുറിച്ചും പല രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ മനോഭാവങ്ങളാണല്ലോ നമ്മുടെ സമീപനത്തിന് നമ്മെ സഹായിക്കുന്നത്. ഒരു സദാം ഹുസൈനെയും ഹിറ്റ്ലറേയും ഒരു മദർ തെരേസയെയും ഒരു മലാലയും നമുക്ക് തന്നത് 2 കുടുംബങ്ങളാണ്. അപ്പോൾ അവരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ അവർ നമുക്ക് ലോകത്തിന് മാതൃകയായി. നമ്മുടെ സമൂഹം നമുക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒത്തിരി വ്യത്യാസം വരുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.